ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നെഞ്ചാരേത്തും സ്നേഹകരം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നെഞ്ചാരേത്തും സ്നേഹകരം. ഉറ്റവർ നിന്ദിച്ചു തള്ളിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, ഉറ്റവർ നിന്ദിച്ചു തള്ളിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണേക്കും ക്രൂശിൻ സ്നേഹം. പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണേക്കും ക്രൂശിൻ സ്നേഹം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായിട്ട് 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ദൈവം സ്നേഹം തന്നെ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദം ദമ്പതികൾ അവർ അനുസരണക്കേട് ചെയ്ത് പാപത്തിലകപ്പെട്ടതിന് ശേഷം ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതായിട്ട് നമുക്ക് ദൈവജനത്തിൽ കൂടെ പഠിക്കുവാൻ സാധിക്കും. എന്നാൽ അത് എന്നേക്കുമായിട്ട് ഒരു ദൈവത്തിനുള്ള അകന്നുപോക്കലായിരുന്നു എന്ന് ഒരു പക്ഷേ ആരും ചിന്തിച്ചു കാണത്തില്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ആ ദൈവ തേജസ്സിനാൽ വീണ്ടും ദൈവ തേജസ് പ്രാപിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ദൈവത്തെ കാണുവാൻ. അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടതിനാലാണല്ലോ അവർ മരത്തിനിടയിൽ ഒളിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊള്ളാൻ സാധിക്കും. എന്നാൽ ആ മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പാൻ തക്കോണം കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. തൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ കൊള്ളം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ സ്നേഹം അത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ലോകത്തെ മൊത്തമായിട്ട്, അതായത് ലോകത്തിലുള്ള സകല മാനവജാതിക്ക് വേണ്ടി ഉള്ള സ്നേഹമാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പ്രദർശിപ്പിക്കുകയും ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ താൻ ക്രൂശിതനായപ്പോൾ നിവർത്തിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. എന്നാൽ നമ്മൾ മുടിയൻ പുത്രൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിതാവിൽ നിന്ന് അകന്നുപോയ ആ പുത്രനെ ആ പോയ ദിവസം മുതൽ വളരെ ശ്രദ്ധയോട് കാത്തിരിക്കുകയാണ്. എന്ന് താൻ മടങ്ങി വരും, എൻ്റെ മകൻ മടങ്ങി വരും. എന്നാൽ ഒരു ദിവസം മടങ്ങി വന്നപ്പോൾ പുത്രൻ തീരുമാനിച്ച തീരുമാനത്തേക്കാളപ്പുറത്തായിട്ട് അവൻ പറയാമെന്ന്
ഞാൻ ഇനി നിൻ്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ കൂലിക്കാരനൊരുത്തനെ പോലെ എന്നെ ആക്കണമെന്നൊക്കെ അവൻ തീരുമാനമെടുത്തു വന്നു. പക്ഷേ ദൂരവേ കണ്ടപ്പോൾ ആ സ്നേഹനിധിയായ പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് ആ ഭവനത്തിലെ അവകാശിയാക്കി തീർക്കുവാനിടയായി തീർന്നു. ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ നിത്യമായ രക്ഷ, അല്ലെ നഷ്ടപ്പെട്ടു പോയ ജീവൻ, അത് പ്രാപിപ്പാൻ ഗുണം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ദൈവം തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കാനിടയായി തീർന്നു. ആയാൽ പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം ദൈവത്തിന് അകന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഒരു പിതാവ് പുത്രന് വേണ്ടി എങ്ങനെ കാത്തിരുന്നു, അതുപോലെ സ്നേഹസ്വരൂപനായ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആകയാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ കാണുവാൻ തൊക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരുവാൻ തൊക്കണം ദൈവം കാത്തിരിക്കുകയാണ്. ആ മടങ്ങിന് വേണ്ടി നേരിട്ട് നമുക്ക് ചെല്ലുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കേക്ക് പോകാൻ സാധിക്കത്തില്ല. ആകയാൽ യേശുവിൽ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുവാൻ സാധിക്കത്തുള്ളൂ. ആകയാൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഞാൻ നിന്നിൽ അകന്നു പോയവനാണ്, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയവളാണ്, എന്നെ ചേർത്തുകൊള്ളണമേ, എന്നെ കൈക്കൊള്ളണമേ എന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ സ്നേഹസ്വരൂപനായ ദൈവം നമ്മളെയും തൻ്റെ രാജ്യത്തിലാക്കി ആ ഓഹരിക്കാരാക്കി തീർത്ത് മുന്നോട്ട് നടത്തുവാൻ കൊള്ളുന്ന ദൈവവിശ്വസനാണ്. ആയാൽ നിങ്ങളുടെ പാപങ്ങൾ എത്ര രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമുണ്ട്. ആ വചനത്തിൽ ആശ്രയിച്ചുറച്ച് മുന്നോട്ട് പോകാൻ സർവ്വശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയ സ്നേഹമാണ്! ആ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഓർത്ത് മുന്നേറുവാൻ നോക്കണം. ദൈവം ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തിയാ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.